ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാമു അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അധിനിവേശകരുടെ അന്ത്യം എന്ന വിഷയം ഖുർആൻ്റെ ചരിത്ര ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആ ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിനെ വിശദീകരിക്കാനാണ് ശ്രമിക്കുക. വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അഡോണിസിൻ്റെ ഒരു കവിത ഓർമ്മ വരികയാണ്. വറീസ് എന്നാണ് കവിതയുടെ പേര്. 4 വരിയേ ഉള്ളൂ. മിക്കവാറും ഈ ഫലസ്തീൻ കവിതകളുടെ ഒരു സവിശേഷത അതിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്ര മുഖത്തേക്കാൾ അധികം അതിൻ്റെ രാഷ്ട്രീയമാണ് ശ്രദ്ധിക്കപ്പെടുക. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുദ്രാവാക്യങ്ങൾ പോലുള്ള കവിതകളാണ് ഫലസ്തീൻ കവിതകൾ. വറീസ് എന്ന കവിതക്ക് അഡോണിസ് എ ഡ്രീം എന്ന് ഒരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്. സംഗതി ഇത്രയേ ഉള്ളൂ. ദേ അറൈവ്ഡ് നേക്കഡ്, ബ്രോക്ക് ഇൻ ടു ദ ഹൗസ്, ഡഗ് എ ഹോൾ, ബറീഡ് ദ ചിൽഡ്രൻ ആൻഡ് ലെഫ്റ്റ്. നഗ്നരായാണ് അവർ കടന്നു വന്നത്. വീട് തകർത്ത് അകത്ത് കയറി ഒരു വലിയ കുഴി കുഴിച്ചു, കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയിട്ട് അവർ പോയി. ഇതാണ് ആ കവിതയുടെ അർത്ഥം. ഇനി ഈ കവിത അതങ്ങനെ അങ്ങോട്ട് വെച്ചുകൊണ്ട് ഈ അധിനിവേശകർ എന്ന് പറയുന്നൊരു വിഭാഗത്തെ, അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തെയും അന്ത്യത്തെയും ഒക്കെ ഖുർആൻ എങ്ങനെ സമീപിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ അഡോണിസിൻ്റെ കവിതയും അതുമായിട്ടൊക്കെ ഒരുപാട് സാമ്യങ്ങളുണ്ട്. ഖുർആൻ ഫിറൗനിൻ്റെ ചരിത്രം പറയുമ്പോൾ അയാളുടെ ക്രൂരതകളെ സംബന്ധിച്ച്, അയാളുടെ അധികാരത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സൂറത്തുൽ ഖസസിൽ ഇന്ന ഫിറൗന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹ ശിയാൻ യസ്തളീഫു ത്വായിഫത്തൻ മിൻഹും യുദബ്ബിഹു അബ്നാഹും വയസ്തഹീ നിസാഅഹും എന്ന് പറയുന്നുണ്ട്. ഫിറൗൻ നിശ്ചയമായും ഭൂമിയിൽ അഹങ്കാരിയായി നടന്നു, ഭൂവാസികളെ തട്ടുകളാക്കി തിരിച്ചു. എന്നിട്ട് അതിലൊരു വിഭാഗത്തെ അടിച്ചമർത്തുകയും നിന്ദ്യരാക്കുകയും ചെയ്തു. അവരിൽപ്പെട്ട പുരുഷന്മാരെ, ആൺജാതിയെ മുഴുവൻ കൊന്നുകളയുകയും പെണ്ണുങ്ങളെ മാത്രം ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ശിശുഹത്യയെ സംബന്ധിച്ച് ഇല്യാസ് മൗലവി പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നതിനെക്കുറിച്ച്. ഇത് എക്കാലത്തെയും അധിനിവേശകരുടെ ഒരു സ്വഭാവവും പ്രകൃതവുമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ, പ്രത്യേകിച്ച് വംശീയമായ അധികാരം സ്ഥാപിതമാകുമ്പോൾ. കാരണം തലമുറയുടെ കൂമ്പടച്ച് കളയാനാണ് അവരെപ്പോഴും ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അവരതിനു വേണ്ടിയാണ് പരിശ്രമിക്കുക. അപ്പോൾ ആ അർത്ഥത്തിലാണ് അഡോണിസിൻ്റെ കവിതയും ആ ഒരു പശ്ചാത്തലത്തിൽ വേണം വായിക്കാൻ. കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയിട്ട് അവർ പോയി എന്നാണ്. അപ്പോൾ ഇസ്രായേൽ ഇതിനു മുമ്പ് ഒരു അറ്റാക്ക് നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയത്തെക്കുറിച്ചൊരു ചർച്ച വന്നിരുന്നു. ഒരു 11:40 മിസൈൽ ആക്രമണം നടത്തിയത് ഫലസ്തീനിലെ ഗസയിലെ സ്കൂളുകളിൽ ഷിഫ്റ്റ് ചേഞ്ച് ആകുന്ന സമയമാണ്. അപ്പോൾ കുട്ടികൾ മുഴുവൻ റോഡിലുണ്ടാവും. നേരത്തെയുള്ള ഷിഫ്റ്റിൽ പോയി സ്കൂൾ വിട്ടു വരുന്നവർ, രണ്ടാമത്തെ ഷിഫ്റ്റിലേക്ക് പോകാൻ വേണ്ടി പോകുന്നവർ. അപ്പോൾ കുഞ്ഞുങ്ങൾ മുഴുവൻ റോഡിലുണ്ടാകുന്ന, തെരുവിലുണ്ടാകുന്ന ആ സമയം തന്നെ തിരഞ്ഞെടുത്തു എന്നത് കുഞ്ഞുങ്ങളെ കൊല്ലാൻ. ഇപ്പോൾ ഈ ആക്രമണത്തിൽ തന്നെ 15,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടതിൽ 6,000-നും 7,000-നും ഇടയിൽ കുഞ്ഞുങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കുട്ടികളെ ഇപ്രകാരം കൊല്ലുന്നു. ചില അധികാരങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അധിനിവേശത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ വൈദാ തവല്ല സാഫിൽ അർദ്, ഭൂമിയിൽ അവർ അധികാരം പിടിച്ചടക്കിയാൽ എന്നെല്ലാം തോന്നുന്നു അതിൻ്റെ പദാർത്ഥം. ആ സ്വഭാവത്തിലാണിത് പറയപ്പെടാറുള്ളത്. ലിയുഫ്സിദ ഫീഹ, അവരവിടെ കുഴപ്പമുണ്ടാക്കും. എങ്ങനെയാണ് അവർ ആ കുഴപ്പമുണ്ടാക്കുന്നത്? വയുഹ്ലിക്കൽ ഹർസ വൻ നസ്ൽ, അവരവിടെ ഹർസും നസ്ലും നശിപ്പിക്കുമെന്നാണ്. നസല എന്ന പദത്തിന് ജന്മം നൽകുക എന്നർത്ഥം. നസ്ൽ എന്ന് പറഞ്ഞാൽ തലമുറ, ലിനിയേജ്, അതുപോലെ തന്നെ ഉത്ഭവം, ഇഷ്യൂ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ശരിക്കും ഒരു ജനസൈഡ് എന്ന് നമ്മൾ ആധുനിക കാലത്ത് പറയുന്ന ഒരു സംഗതിയെ തന്നെയാണ് ഖുർആൻ അവിടെ ചിത്രീകരിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹർസ് എന്ന് പറഞ്ഞാൽ വിള പൊങ്ങുന്ന സ്ഥലമാണ്, മുളച്ചു പൊങ്ങുന്ന സ്ഥലം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ സാധാരണ എത്നിക് ക്ലെൻസിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് 2 പ്രയോഗങ്ങൾ, 2 പദങ്ങളിലൂടെ വിശദീകരിക്കാറുണ്ട്. ഒന്ന് ജനസൈഡ് ആണെങ്കിൽ മറ്റൊന്ന് എത്നസൈഡ്. എത്നസൈഡ് എന്ന് പറഞ്ഞാൽ സംസ്കാര ഹത്യയാണ്. സാംസ്കാരികമായിട്ട് ജിയോഗ്രഫിക്കൽ ഇറേഷർ എന്ന് പറഞ്ഞിട്ട് ഈ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ തന്നെ ഒരു പ്രത്യേക വാക്കുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ പ്രത്യേകമായി രൂപപ്പെട്ടു വരും ഭാഷയിൽ. ജിയോഗ്രഫിക്കൽ ഇറേഷർ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു തുടർച്ച നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കും. അറബികളുടെ സ്ഥലം കയ്യേറിയിട്ട് ആ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുക. 2 ഉദ്ദേശത്തിലാണത്. ഒന്ന്, അറബികളുടേതായ ഒരു സംസ്കാരത്തെ അവിടെ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, എന്നിട്ട് പുനർനാമകരണം ചെയ്യുന്നത്
തനാക്കിലുള്ള, തനാക്ക് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ പഴയ നിയമം എന്ന് വിളിക്കുന്ന യൂതരുടെ വേദഗ്രന്ഥമാണ്. ക്രൈസ്തവർ പഴയ നിയമം എന്ന് വിളിക്കുന്നതിൽ തനാക്ക് മുഴുവനുമില്ല. പിന്നെ ഒരു ഭാഗം അവർ അപ്പോക്രിഫ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിള്. അത് വേറൊരു വിഷയമാണ്. എന്തായാലും തനാക്കിൽ പറയുന്ന പേരുകളാണ് ആ സ്ഥലത്തിന് പുനർനാമകരണം ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ലോകത്തെമ്പാടുമുള്ള ജൂയിഷ് ജനതയിൽ അതിനോടൊരു വൈകാരികമായ ആഭിമുഖ്യം ഉണ്ടാകും. ഈ രണ്ട് സംഗതികൾ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ എന്തായാലും അവിടെ ഒരു എത്നിക് ക്ലെൻസിങ് വളരെ കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ അടയാളവും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഇന്നത്തെ പ്രവർത്തനങ്ങളിൽ കാണാം. ഖുർആൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ചരിത്ര ദർശനം എന്ന നിലക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ അക്രമത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീകമായിട്ട് ഖുർആൻ അവതരിപ്പിക്കുന്നത് ഫിറഔനിനെയാണ്. ഫിറഔൻ നേതൃത്വം കൊടുത്ത കോപ്റ്റ് വംശീയതയുടെ ഇരകൾ ഇസ്രായേലരുമായിരുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതകരമായ ഒരു സംഗതി തോന്നാറുള്ളത്, ഒരുപാട് വംശീയതകൾക്ക് ഇരകളായിരുന്നു ഇസ്രായേലർ. ഇപ്പോൾ നമ്മൾ ലോകത്ത് ഏറ്റവും വലിയ വംശീയതയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സയനിസമാണെങ്കിൽ ഒരുപാട് മാരകമായ വംശീയതകൾക്ക് ഇരകളായിരുന്നു ഇസ്രായേലർ എന്നത് ചരിത്രം. അത് ഖുർആൻ തന്നെ പറയുന്ന ചരിത്രം. ഈജിപ്തിൽ കോപ്റ്റ് വംശീയതയുടെ ഇരകളായി. അത് കഴിഞ്ഞിട്ട് ഫിലിസ്ത്യ വംശീയത, ജാലൂത്തിയൻ, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗോലിയാത്തിന്റെ നേതൃത്വത്തിലുള്ള ഫിലിസ്ത്യ എന്ന് പറയുന്ന ജനവിഭാഗം ഇന്നില്ല. ഇന്നത്തെ ഫലസ്തീനിയൻ അറബികളുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അതും കൂട്ടത്തിൽ മനസ്സിലാക്കണം. ഇപ്പൊ ഫിലിസ്ത്യ വംശീയത. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കൂടി ആധുനിക കാലത്തേക്ക് ഗോലിയാത്തിനെ ദാവീദ് വധിച്ചതായാണ് ബൈബിൾ പറയുന്നത്. നേരത്തെ യൂസുഫ് സാഹിബ് പറഞ്ഞ താലൂത്തിന്റെ കാലത്ത്, താലൂത്തിന്റെ പേര് ഷൗൽ എന്നാണ് ഹീബ്രുവിൽ. അപ്പൊ ഷൗലിന്റെ കാലത്തുള്ള ഇത് രണ്ട് സിസ്റ്റമായിട്ട് തന്നെ ഖുർആൻ വായിക്കുമ്പോൾ രണ്ട് സിസ്റ്റമായിട്ട് മാറുന്നുണ്ട്. ഒന്ന് ജാലൂത്തിയൻ സിസ്റ്റം, മറ്റൊന്ന് താലൂത്തിയൻ സിസ്റ്റം. ജാലൂത്തിയൻ സിസ്റ്റത്തിന്റെ വംശീയ സ്വഭാവം വളരെ കൃത്യമാണ്. അതേസമയം താലൂത്തിയൻ സിസ്റ്റം ഇതുപോലെ വംശീയമായിട്ടല്ല അതിനെ നേരിടുന്നത്. അത് ഇസ്ലാമികമായ അല്ലെങ്കിൽ മാനുഷികമായ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് താലൂത്ത് അതിനെ നേരിടുന്നത്. താലൂത്ത് എന്ന നേതാവിൻ്റെ യോഗ്യത എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ആ യോഗ്യത ഒക്കെ പറയുമ്പോൾ തന്നെയും പ്രവാചകൻ അല്ലെങ്കിൽ പോലും പ്രവാചകന്മാരുടെ ഒരു വഴിയിൽ പരമ്പരയിൽ അദ്ദേഹത്തെ ചേർത്ത് വെക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനം അത് കുറെ കൂടി എന്നല്ല, പൂർണ്ണമായി മാനുഷികവും മനുഷ്യത്വപരവുമാണ് എന്ന അർത്ഥത്തിലുള്ള സൂചന. അപ്പൊ ഇങ്ങനെ ചില വാക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഉദാഹരണത്തിന് സയനിസ്റ്റുകൾ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന ആശയം, സയനിസത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ട് പറയുന്നത് എററ്റ്സ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നാണ് അർത്ഥം. ഇത് ഒരു ബിബ്ലിക്കൽ പ്രയോഗമാണ് എന്നവർ അവകാശപ്പെടും. തനാക്കിൽ പറയുന്നതാണ്. പക്ഷെ തനാക്കിൽ അങ്ങനെ നേർക്കേനെ പറയുന്നൊന്നുമില്ല. അതിന് നേരത്തെ യൂസുഫ് സാഹിബ് സൂചിപ്പിച്ച അബ്രഹാമിനോടും മോശയോടുമുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ വരുമ്പോഴും കുറെ കുഴപ്പങ്ങളുണ്ട്. നമുക്ക് സമയത്തിനനുസരിച്ച് മാത്രമേ വിഷയങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഈ പ്രദേശത്ത് ഒരുപാട് ജനതകൾ അധിവസിച്ചിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ബൈബിൾ പഴയ നിയമത്തിലുള്ളത്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് അബ്രഹാമിനോടുള്ള വാഗ്ദാനമുള്ളത്. അതേസമയം പുറപ്പാട് പുസ്തകത്തിലാണ് മോശയോടുള്ള വാഗ്ദാനമുള്ളത്. ഇത് രണ്ടിടത്തും കൃത്യമായിട്ട് അന്നത്തെ കനാൻ ദേശം, ആ കനാൻ ദേശം എന്ന് പറയുമ്പോൾ അബ്രഹാമിനോട് പറയുന്നത് മിസ്രയീം നദി മുതൽ ഫ്രാത്ത് വരെയുള്ള സ്ഥലം എന്നാണ്. എന്ന് പറഞ്ഞാൽ നൈല് മുതൽ യൂഫ്രട്ടീസ് വരെ ഏതാണ്ട് ഇന്നത്തെ ലെവന്ത് എന്നറിയപ്പെടുന്ന പ്രദേശം മുഴുവനായിട്ട് അതിൽപ്പെടും. ഇന്ന് ലെവന്ത് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം മുഴുവനായിട്ട് അതിൽപ്പെടും. ഇത് മുഴുവനും അധീനപ്പെടുത്തി തന്നിരിക്കുന്നതാണ്. അവ അങ്ങനെ യഥാർത്ഥത്തിൽ അധീനപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നല്ല പറയുന്നത്, അവിടെ വസിക്കുക എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ദൈവം പറയുന്നത്, യാഹ്വേ പറയുന്നത് അവിടെ വസിച്ചു കൊള്ളുക എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടേതായ ഒരു അധികാരം എന്ന് പറയുന്നത് അവിടെയും സ്ഥാപിതമാകുന്നൊന്നുമില്ല. മാത്രവുമല്ല ഒരുപാട് ജനതകളുടെ പേരുകൾ എടുത്തു പറയുന്നു. ഈ എല്ലാ ജനതകൾക്കും ഒപ്പം വസിക്കാനാണ് പറയുന്നത്. ജനതകളുടെ ഭൂമി എന്ന് തന്നെ പഴയ നിയമത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ ഇമാമുല്ലിന്നാസ് എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് ജനതകളുടെ നേതാവ് എന്നാണ്. ഒരുപാട് ജനതകളുടെ നേതാവ് മാത്രമല്ല, ഈ പറയുന്ന പഴയ നിയമത്തിൽ തന്നെ വേറൊരു സംഭവമുണ്ട്. അബ്രാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്.
ഈ ഉടമ്പടിക്ക് ശേഷമാണ് അദ്ദേഹം അബ്രഹാം ആയതെന്നാണ്. അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം ഇതുപോലെ ജനതകളുടെ പിതാവ്, ജനതകളുടെ പിതാവ് അല്ലെങ്കിൽ ജനതകളുടെ നേതാവ്, വളരെ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. മാത്രമല്ല ഇതൊരിക്കലും തന്നെ വംശീയമായിട്ടുള്ളൊരു സ്ഥാനമല്ല എന്ന് കുറെ കൂടി കൃത്യമായിട്ട് ഖുർആൻ. കാരണം വമിൻ ദുരിയത്തി എന്ന് പറഞ്ഞപ്പോൾ പടച്ചോൻ പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, ലാ യനാലു അഹദുൽ ആലിമീൻ. ഈ പറയുന്ന മക്കൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. വമിൻ ദുരിയത്തി എന്ന ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ തെറ്റാണെന്നുള്ളതാണ്. കാരണം എൻ്റെ ഒരു വക വാഗ്ദാനവും അക്രമികളായിട്ടുള്ള ഒരാൾക്കും ബാധകമല്ല. വംശീയമായിട്ടുള്ള മനോഭാവം തന്നെ ഒരു അക്രമമാണ് എന്ന് അവിടെ സൂചിതമാകുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വംശീയമായിട്ടുള്ള അധികാരം അത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, മുളയിലേ നുള്ളുക എന്ന് സൂചിപ്പിച്ചതുപോലെ, അതാണ് നസ്ൽ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ കാരണം അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അപ്പൊ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ സമൂഹത്തിന്റെ ഒരു അധികാരം സ്ഥാപിതമാവുക എന്ന ഒരു വശം കൂടി സൂറത്തുൽ ഖസസിൽ തന്നെ പറയുന്നുണ്ട്. അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനവിഭാഗത്തെ അധികാരികളാക്കുവാൻ എന്ന പ്രയോഗമാണ് അവിടെ നടത്തുന്നത്. ആക്രമിക്കപ്പെടുന്ന ജനങ്ങൾ, അത് ഇസ്രായേലിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല, യഥാർത്ഥത്തിൽ അടിച്ചമർത്തപ്പെടുന്ന അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തെ നേതാക്കന്മാരാക്കാൻ അല്ലെങ്കിൽ അവകാശികളാക്കുവാൻ എന്ന പ്രയോഗമാണ് ഖുർആൻ നടത്തുന്നത്. അങ്ങനെ വരുമ്പോഴും പിന്നീട് ഇവർ തന്നെയും അക്രമികളും വംശീയവാദികളും ആവുമ്പോഴോ, അതാണ് ചരിത്രത്തെ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒന്ന് ഈജിപ്തിൽ അല്ലെങ്കിൽ മിസ്രയീമിൽ കോപ്റ്റ് വംശീയതക്ക് അവർ ഇരകളായി. പിന്നീട് കനാനിൽ തന്നെയും ഫിലിസ്തീൻ വംശീയതയുടെ ഇരകളുമായി. അത് കഴിഞ്ഞിട്ട് ആധുനിക കാലത്ത് ആദ്യം റഷ്യയിൽ, സാറിസ്റ്റ് റഷ്യയിൽ റൊമാനോവ് ചക്രവർത്തിമാരുടെ കാലത്ത് അതിഭീകരമായിട്ടുള്ള ഒരു ആന്റി ജൂയിഷ് വംശഹത്യ നടന്നിരുന്നു. ആ ഒരു വംശഹത്യയുടെ ഒരു കാലം. അതിനു മുമ്പും ശേഷവുമായിട്ട് യൂറോപ്പിൽ നിലനിന്നിരുന്ന ആന്റിസെമിറ്റിക് ക്യാമ്പയിൻ്റെ വളരെ മാരകമായിട്ടുള്ള രൂപമാണ് പിന്നെ ജർമ്മനിയിൽ നമ്മൾ കണ്ടത്. ഹിറ്റ്ലറുടെ നാസി പ്രത്യയശാസ്ത്രത്തിൻ്റെയും നാസി ആധിപത്യത്തിൻ്റെയും ജർമ്മനിയിലും ഇതേ ജൂതന്മാർ തന്നെയാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്ന് കാണാൻ കഴിയുന്നു. ഈ പീഡനങ്ങളിൽ നിന്ന് മാനുഷികമായിട്ടുള്ളൊരു ബോധത്തിലേക്ക് ഉയരുന്നതിന് പകരം അവരും അതേ തത്വശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അവർ എന്നല്ല, അവരിൽപ്പെട്ടൊരു വിഭാഗം. അവർ എന്ന് പൂർണ്ണമായും പറയരുത്. കാരണം യൂസുഫ് സാഹിബ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സയനിസം എന്ന് പറയുന്ന തത്വശാസ്ത്രം രൂപപ്പെട്ടത് മുതൽക്ക് അതിശക്തമായിട്ട് യൂത പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും ഭാഗത്തുനിന്ന് അതിശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പിന്റെ സ്വഭാവം നിങ്ങളൊന്ന് വായിച്ചാൽ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. എൽക്കോനൻ വാസർമൻ എന്നൊരു റബ്ബിയുണ്ട്. എൽക്കോനൻ വാസർമൻ, അദ്ദേഹം ഒരു റബ്ബി എന്ന് മാത്രമല്ല റോഷ് യശിവ എന്ന് പറയും. റോഷ് യശിവ എന്ന് പറഞ്ഞാൽ ആധികാരികത ഉള്ള ഒരു പണ്ഡിതനാണ്. ഈ പണ്ഡിതൻ ലിത്വാനിയയിൽ നാസികളാൽ പീഡിപ്പിക്കപ്പെട്ട, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കപ്പെട്ട, ആ പീഡനത്തിൽ മരണമടഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം നാസിസത്തെയും സയനിസത്തെയും താരതമ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആന്റിസെമിറ്റിസവുമായിട്ടും അദ്ദേഹം പറയുന്നത്, ആന്റിസെമിറ്റിസം ജൂതന്മാരുടെ അല്ലെങ്കിൽ ജൂതായിസത്തിന്റെ ശരീരത്തെയാണ് കൊല്ലുന്നത്, അതേസമയം സയനിസം കൊല്ലുന്നത് ജൂതായിസത്തിന്റെ ആത്മാവിനെയാണെന്നാണ്. അതുകൊണ്ട് ഒരു റിലീജിയസ് യഹൂദനും സയനിസവുമായിട്ട് ഒരു തലത്തിലും സഹകരിക്കാൻ പാടില്ല. അങ്ങനെ സഹകരിക്കുന്നവൻ ജൂത യുവത്വത്തെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പറയും. മാത്രവുമല്ല അദ്ദേഹം വേറൊന്നുകൂടി പറയുന്നുണ്ട്, നാസിസത്തിന്റെ മറ്റൊരു പകർപ്പാണ് സയനിസം. നാസിസത്തിന്റെ അടിസ്ഥാനം ആധുനിക കാലത്തെ രണ്ട് ഐഡൽസ്, ഐഡോലാട്രിയുടെ വിഗ്രഹാരാധനയുടെ ആധുനിക കാലത്തെ രണ്ട് രൂപങ്ങളാണ് നാഷണലിസവും സോഷ്യലിസവും. അദ്ദേഹം പറയുന്നതാണ് ഞാൻ പറയുന്നത്. നാഷണലിസവും സോഷ്യലിസവും ഇതാണ് നാസിസത്തിന്റെ അടിസ്ഥാനം. ഇത് രണ്ടും തന്നെയാണ് സയനിസത്തിന്റെയും അടിസ്ഥാനം. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഐഡോലാട്രിയാണ്, വിഗ്രഹാരാധനയാണ്. ജൂതായിസത്തിൽ അത് നിഷിദ്ധവുമാണ് എന്നും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ എന്ന് പറയുമ്പോൾ ഇവരെ അടിച്ചമർത്തിയിട്ടുള്ള, പീഡിപ്പിച്ചിട്ടുള്ള അതേ നാസിസത്തിന്റെ തന്നെ ആശയങ്ങളെയും സംസ്കാരങ്ങളെയും ചിന്തകളെയും ഒക്കെ അതുപോലെ പിന്തുടരുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഏതാണ്ട് ഇതിന്റെ ഒരു മെറ്റഫറായിട്ട് പരിഗണിക്കാവുന്ന ഒരു സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. അത് ചെങ്കടൽ കടന്നിട്ട് ഇവരങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഫഅ്തു അലാ ഖൗമിൻ, ഒരു ജനതയുടെ സമീപത്തുകൂടെ പോയതായിട്ട് പറയുന്നുണ്ട്. അത് മധു സാഹിബ് പറയുന്നത്, പിന്നെ ചെങ്കടൽ കടന്നിട്ട് സീനായിലൂടെ അവർ കടന്നുപോയി എന്നാണ്. സീനായി യഥാർത്ഥത്തിൽ ഫറോവയുടെ കീഴിലുള്ള സ്ഥലമായിരുന്നു. ചെങ്കടൽ കഴിഞ്ഞിട്ടാണ് അവരുടെ യാത്രയിൽ അത് വരുന്നതെങ്കിൽ പോലും ഫറോവയുടെ മുങ്ങിമരണത്തിന് ശേഷമാണ് അതുവഴി കടന്നു പോകുന്നതെങ്കിലും ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അതിന്റെ സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ തഫീമുൽ ഖുർആൻ സയ്യിദ് അബ്ദുൽ മുദൂദി വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെ പോകുമ്പോൾ അവിടെ വെച്ചാണ് ഒരു ജനതയെ, സ്വാഭാവികമായും അത് ഈജിപ്ഷ്യൻ കൾച്ചർ തന്നെയാണ്.
അവിടെ ഒരു ജനതയെ കണ്ടു. അവർ അവരുടെ അസ്നാമിന്റെ മുമ്പിൽ ഭജന ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. അസ്നാം എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. സ്വനം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഐഡോലാണ്, അല്ലെങ്കിൽ ഫെറ്റിഷാണ്. ഐഡൽസിനെയും ഫെറ്റിഷസിനെയും പറയുന്നതാണ് അസ്നാം, സ്വനം. അതേസമയം തന്നെ ഈ പദത്തെ കുറെ കൂടി വിപുലമായിട്ട് ആധുനിക രാഷ്ട്രമീമാംസയിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ, സയ്യിദ് അബുൽ അലാ മൗദൂദി മുതൽ അല്ലാമ ഇഖ്ബാൽ വരെ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാമൂഹികവും മാനസികവുമായിട്ടുള്ള വിഗ്രഹങ്ങൾ, ശിലാവിഗ്രഹങ്ങൾ മാത്രമല്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹമാണ് ദേശീയത, നാഷണലിസം എന്നും ഇഖ്ബാൽ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഭീകരമായ വിഗ്രഹമാണ് നാഷണലിസം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ശിലാവിഗ്രഹങ്ങളെ പൂജിക്കുന്ന ഒരു സമൂഹം തന്നെയാണ്. അതേസമയം ചരിത്ര സംഭവങ്ങളെയും നമ്മൾ അലിഗോറിക്കലായിട്ട് വായിക്കുമ്പോൾ, പുതിയ കാലത്ത് റബ്ബി എൽക്കോനൻ വാസർമൻ പറഞ്ഞതുപോലെ തന്നെ നാസികൾ ഏതൊരു തരത്തിലുള്ള ആക്രാമക ദേശീയതയുടെ ഉപാസകരായോ അതുപോലെ തന്നെ ഇവരും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഭാസമുണ്ട്. സ്റ്റോക്ക്ഹോം സംയോഗം എന്ന് പറഞ്ഞാൽ അത് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ആണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു മനഃശാസ്ത്രപരവും സാമൂഹ്യശാസ്ത്രപരവുമായ പ്രതിഭാസമാണ്. അതിലേക്ക് ഇത് ചേർക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ എന്ത് തന്നെയായാലും നാസി അധിനിവേശകരുമായിട്ട് ഇപ്പറയുന്ന സയനിസ്റ്റുകൾക്ക് ഒരുപാട് സാമ്യമുണ്ട് എന്നുള്ളത് ശരിക്കും തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. അത് പുതിയ കാലത്ത് നോർമൻ ഫിംഗൽസ്റ്റീൻ്റെ ഒരു പ്രഭാഷണം ഈ അടുത്ത കാലത്ത് കണ്ടു. നോർമൻ ഫിംഗൽസ്റ്റീൻ പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം ഇതുപോലെ സയനിസത്തെയും നാസിസത്തെയും തമ്മിൽ തുലനപ്പെടുത്തുന്നു. ആ സമയത്ത് സദസ്സിൽ നിന്ന് ഒരു യഹൂദ ചെറുപ്പക്കാരി യുവതി എഴുന്നേറ്റ് നിന്നിട്ട് കരയാണ്. സർ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, ഞങ്ങൾ ഒരുപാട് പീഡിപ്പിച്ചവരാണ് നാസികൾ, അവരുമായിട്ട് നിങ്ങൾ നമ്മളെ കമ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഖേദകരമാണെന്നൊക്കെ പറയാൻ സ്ത്രീ പൊട്ടിക്കരയാണ്. ഇയാള് യാതൊരു ഭാവഭേദവും കൂടാതെ ഫിംഗൽസ്റ്റൈൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ, ഇത്തരം മുതലക്കണ്ണീരുകളെ മുതലക്കണ്ണീരുകൾക്ക് ഞാനിപ്പോൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഈ ജാതി സെന്റിമെന്റ്സ് ഒന്നും കൊണ്ട് എന്റെ ആർഗ്യുമെന്റ്സിനെ തകർക്കാമെന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഞാനാരാന്നറിയോ? ഹിറ്റ്ലർക്കെതിരായിട്ട് വാഴ്സോയിൽ പ്രകടനം നടത്തിയിട്ടുള്ള അച്ഛനമ്മമാരുടെ മകനാണ് ഞാൻ. ഹിറ്റ്ലർക്കെതിരായിട്ട് വാഴ്സോയിൽ പ്രകടനം നടത്തിയിട്ടുള്ള അച്ഛനമ്മമാരുടെ, എൻ്റെ അച്ഛനും അമ്മയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും ഒഴിച്ച് പിതാവിൻ്റെയും മാതാവിൻ്റെയും കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും അവർ കൊന്നു. ഇത്രയും പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള എന്നെ എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുള്ള ഒരു പാഠമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഫലസ്തീനികൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ചെയ്യുന്നത് ഈ പറയുന്ന സയനിസവും നാസിസവും തമ്മിലുള്ള ഒരു ഒരുമിപ്പിക്കലാണ്. അത് രണ്ടും ഒരുപോലെയാണ്, രണ്ടും ഒരേ വേരിൽ നിന്ന് വരുന്നതാണ്. ഇത് ശരിക്കും നമുക്ക് ഇപ്പൊ ഈ ഒരു സംഭവം തന്നെ അതിനൊരു പ്രതീകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പൊ അധിനിവേശം എന്ന് പറയുന്നത് അവർ ഒരു തുടർ പ്രക്രിയയായിട്ട്, ഒരിക്കൽ അതിന്റെ ഇരകളായവർ തന്നെ പിന്നീട് അധിനിവേശകരായി മാറുന്നു എന്നുള്ളതാണ്. നമുക്കതിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരുപാട് പറയാൻ സാധിക്കും. നമുക്കിപ്പോൾ സമയമില്ല, ചില പോയിന്റുകൾ മാത്രം വേണേൽ പറയാം. യഥാർത്ഥത്തിൽ നാസികളും സയനിസ്റ്റുകളും ഒരുപോലെ ആഗ്രഹിച്ച ചില വസ്തുതകളുണ്ട്. അക്കാലം മുതൽക്ക് തന്നെ ഒരുപോലെ ആഗ്രഹിച്ച ചില വസ്തുതകളുണ്ട്. അതിലൊന്ന്, യൂത ജനത പൂർണ്ണമായും യൂറോപ്പിൽ നിന്ന് പുറത്തു പോകണം. നാസികളുടെ ആഗ്രഹം അതായിരുന്നു. സത്യം പറഞ്ഞാൽ യൂറോപ്യന്മാരുടെ ആഗ്രഹം അതാണ്. ഈ ബാൽഫർ ഡിക്ലറേഷന്റെ പിന്നിൽ ഒന്ന് അവരുടെ ജിയോ പൊളിറ്റിക്കൽ അജണ്ട, അവരുടെ സാമ്രാജ്യത്വപരമായ താല്പര്യങ്ങൾ. രണ്ടാമത്തൊരു സംഗതി, അങ്ങനെ ഒരു ജൂയിഷ് ഹോംലാൻഡ് ഉണ്ടാക്കിയിട്ട് ഈ ആളുകളെ മുഴുവൻ ഇങ്ങോട്ടേക്ക് മാറ്റാന്നുള്ളതാണ്. യൂറോപ്പിൽ അവർ വേണ്ടെന്നാ തീരുമാനിച്ച്. നമ്മൾ വിചാരിക്കും ജൂതരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. അങ്ങനെയല്ല, അവരടുത്ത് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് യഥാർത്ഥത്തിൽ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നെപ്പോളിയനാണ് ആദ്യം ജൂയിഷ് ഹോംലാൻഡ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. ജൂയിഷ് ഹോംലാൻഡ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ട് അയാൾ ആക്രമണം നടത്തുമ്പോഴുണ്ടല്ലോ, അക്ര ഉപരോധിക്കുന്ന സമയത്ത് ആ ഉപരോധത്തെ പ്രതിരോധിച്ചത് ഓട്ടോമൻ ഗവർണറായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഓട്ടോമൻ ഗവർണറുടെ ഏറ്റവും അടുത്ത ഉപദേശകൻ എന്ന് പറയുന്നയാള് ഒരു യഹൂദ റബ്ബി ആയിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പൊ അത്രമേൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഫലസ്തീനിൽ യൂതരും മുസ്ലിങ്ങളും അല്ലെങ്കിൽ അറബികളും ജീവിച്ചിട്ടുണ്ട്. ഇനി അറബികൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ക്രിസ്ത്യാനികളും പെടുന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രദേശത്തേക്ക് അധിനിവേശം നടത്തുക, അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് യൂറോപ്യന്മാർ ഉദ്ദേശിച്ചത്. അപ്പൊ നാസികളുടെ താല്പര്യമാണ് ഈ പറയുന്ന യൂത ജനത പൂർണ്ണമായി. ഒന്നുകൂടി മനസ്സിലാക്കണം, അതിനുവേണ്ടി അവരൊരു ഉടമ്പടി പോലും, ഹാവര ഉടമ്പടി എന്നറിയപ്പെടുന്ന, ട്രാൻസ്ഫർ അഗ്രിമെന്റ് എന്നറിയപ്പെടുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉടമ്പടി അനുസരിച്ച് ജർമ്മനിയിൽ നിന്ന് 60,000-ഓളം ജൂതര് ഹിറ്റ്ലറുടെ കാലത്ത് വളരെ സുരക്ഷിതമായിട്ട് ഫലസ്തീനിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആന്റിസെമിറ്റിക് ക്യാമ്പയിൻ നടത്തിയ, ഹോളോകോസ്റ്റ് നടത്തിയ ഹിറ്റ്ലറുടെ കാലത്ത് വളരെ സുരക്ഷിതരായിട്ട് ഫലസ്തീനിലേക്ക് 60,000-ഓളം ജൂതന്മാർ. മാത്രവുമല്ല,
ജൂത ജനതയിൽ ഇതുപോലൊരു ഹോംലാൻഡിനോട് സയനിസത്തോട് പ്രീതി ജനിപ്പിക്കും വിധം നാസി പീഡനം കർക്കശമാകണമെന്ന് സയനിസ്റ്റുകൾ ആഗ്രഹിച്ചിരുന്നു എന്ന് ലെന്നി ബ്രണ്ണറും ഇതുപോലെ നോർമൻ സ്പിംഗൽസിനെ പോലെ തന്നെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു ജൂതനാണ്. അദ്ദേഹം 51 ഡോക്യുമെന്റ്സ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 51 ഡോക്യുമെന്റ്സിൽ ഈ നാസികളും ഈ പറയുന്ന സയനിസ്റ്റുകളും തമ്മിലുള്ള ആദാനപ്രദാനങ്ങളെ സംബന്ധിച്ച് കൊളാബറേഷൻ വിത്ത് നാസീസ് എന്നാണ്, പിന്നെ അവരുമായിട്ടുള്ള ആദാനപ്രദാനങ്ങളുടെ രേഖകൾ അദ്ദേഹം പുറത്തുവിടുന്നുണ്ട്. അതിൽ ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ അവിടെ പീഡിപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ സയനിസ്റ്റുകളുടെയും കൂടി താല്പര്യമായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് യഹൂദർ മറ്റു മനുഷ്യരിൽ നിന്ന് ഭിന്നരാണെന്നുള്ള ഒരു സ്യൂഡോ സയന്റിഫിക് ചിന്താഗതി നാസികളും ജൂതരും സയനിസ്റ്റുകളും ഒരുപോലെ പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. രണ്ട് തരത്തിലാണെന്നേ ഉള്ളൂ. സയനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ജൂതര് ഏറ്റവും വലിയ അഭിജാത വർഗമാണ്. അതേസമയം നാസികൾ പറയാൻ ആഗ്രഹിച്ചത് യൂറോപ്യരല്ല, ഇവർ പുറത്തു പോകേണ്ടവരാണെന്നുള്ളതാണ്. അപ്പൊ ഇതിലും രണ്ടു കൂട്ടർ സമന്മാരാണ്. മൂന്നാമത്തത് അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തത് മുതൽക്ക് പൊതുവായിട്ട് ഇവരുടെ പ്രത്യയശാസ്ത്രങ്ങളിലുള്ള സാമ്യങ്ങൾ. ഒന്ന് എക്സ്പാൻഷനിസം, ദേശവിപുലനവാദം. വളരെ വിപുലമായിട്ടുള്ള ഒരു സങ്കല്പം. ജനറൽ പ്ലാൻ ഓസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നാസികളുടെ പദ്ധതിയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. മധ്യ യൂറോപ്പിൽ നിന്നും കിഴക്കൻ യൂറോപ്പിൽ നിന്നും സ്ലാവിക് വംശജരെ പുറത്താക്കിയിട്ട് അവിടെ ജർമാനിക് ജനതയുടെ ആധിപത്യം സ്ഥാപിക്കണം, ജർമ്മൻ ടെറിട്ടറിയുടെ വികാസത്തിന് വേണ്ടി എന്നൊരു പദ്ധതി തന്നെ നാസികൾക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ വിശാല ഇസ്രായേൽ എന്നൊരു സങ്കല്പമുണ്ട്. അതിന്റെ ബേസ് എന്താണ്? പഴയ നിയമം തന്നെയാണ്. പഴയ നിയമത്തിൽ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഷേബ മുതൽ ബർഷീബ വരെ. ഷേബ എന്ന് പറഞ്ഞാൽ ഈ യമനും എത്യോപ്യയും ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണെന്നാണ് പൊതുവെയുള്ള വിശദീകരണം, കൃത്യമായിട്ട് അറിയില്ല. ബർഷീബ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേലുള്ള സ്ഥലമാണ്. അത് വളരെ വിപുലമായൊരു പ്രദേശമാണ്. വേറൊന്ന് അബ്രഹാമിനോട് പറയുന്ന മിസ്രയീം നദി മുതൽ നൈല് മുതൽക്ക് യൂഫ്രട്ടീസ് വരെ എന്ന് പറയുമ്പോൾ ഫലസ്തീനികൾ മാത്രമല്ല ഒടുങ്ങേണ്ടത്, അറബികൾ മുഴുവൻ ഇല്ലാതാവുക എന്നുള്ളതാണ്. അറബികൾ മുഴുവൻ ഇല്ലാതാകണം, അവിടെ മുഴുവൻ ഇസ്രായേൽ ആകണം എന്നുള്ളതാണ് ഇവരുടെ എക്സ്പാൻഷനിസ്റ്റ് ചിന്താഗതി. ഇതുപോലെ നാസികളെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു എക്സ്പാൻഷനിസ്റ്റ് ചിന്താഗതി വെച്ച് വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നാലാമതായിട്ട് തങ്ങളുടെ വംശീയ ഔന്നത്യം സ്ഥാപിതമാകണമെങ്കിൽ ഒരു രാഷ്ട്രം ഉണ്ടാവണം. ഇത് നാസികളുടെ വാദമാണ്. ഇത് തന്നെയാണ് സയനിസ്റ്റുകളുടെ വാദം. സെയിം അത് തന്നെയാണ് സയനിസ്റ്റുകളും വാദിച്ചതെന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഇത്തരം സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി എത്നിക് ക്ലൻസിംഗ് ഉൾപ്പെടെയുള്ള ക്രൂരമായ നടപടികൾ കൈക്കൊള്ളുക എന്നത് നാസികളുടെ സ്വഭാവമായിരുന്നു. അതുപോലെ തന്നെ സയനിസ്റ്റുകളുടെയും പ്രകൃതമാണ് എന്ന് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള താരതമ്യങ്ങൾ വളരെ കൃത്യമായിട്ട്. അതേസമയം തന്നെ ഇത്തരം അധിനിവേശങ്ങളുടെ നാശം എന്ന് പറയുന്നത് സംഭവ്യമാണ് എന്നുള്ളതാണ്. വൈദാ അറദന നുഹ്ലിക ഖറയത്തൻ അവസാനിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ ഇത് പറയാതിരുന്നാൽ പിന്നെ അധിനിവേശത്തിന്റെ അന്ത്യം എന്ന് പറയുന്ന വിഷയത്തോട് നീതി പുറത്താൻ കഴിയില്ല. ഒരു ജനപദത്തെ നശിപ്പിക്കാൻ പടച്ചതമ്പുരാൻ തീരുമാനിച്ചാൽ അമർന മുസ്റഫീഹ, അവരിൽപ്പെട്ട അതിരി കവിഞ്ഞവർ അവിടുത്തെ നേതാക്കന്മാരായി മാറും. അല്ലെങ്കിൽ അവരിൽപ്പെട്ട അതിരി കവിഞ്ഞവരോട് നാം കൽപ്പന കൊടുക്കും, അവരവരുടെ നേതാക്കന്മാരായിട്ട് മാറും. അങ്ങനെ അവരവിടെ അക്രമം പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ അവധി അവിടെ പൂർണ്ണമാവുകയും ചെയ്താൽ അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതേ സംബന്ധിച്ച് ഇല്യാസ് മൗലവിയുടെ പിന്നെ അവതരണത്തിൽ കൃത്യമായി വന്നിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനൊന്ന് അവധി ആസന്നമായി കഴിഞ്ഞാൽ തദ്മീറ അതങ്ങനെ അങ്ങോട്ട് പൊടിഞ്ഞു പോകുന്നതാണ്. അന്നിലക്കുള്ള ഒരു വാഗ്ദാനം അള്ളാഹു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ വാഗ്ദാനം ചരിത്രത്തിൽ പുലർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ലോകത്തുള്ള എല്ലാ വംശീയതയുടെയും എല്ലാ അധിനിവേശങ്ങളുടെയും കാര്യത്തിൽ അത് പുലർന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. ഇത് വെറുതെ അത്ഭുത പ്രവചനങ്ങളുടെ ഗണത്തിൽപ്പെടുത്തേണ്ടതൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും ചരിത്രം വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെയും വിജയത്തെക്കുറിച്ചുള്ള സുവാർത്തയായിട്ട് ഗസ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാണ്, ആ ഒരു തത്വത്തിനാണ്, ആ ഒരു ചരിത്ര പ്രതിപാദനത്തിനാണ് ഖുർആൻ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് തിരിച്ചറിയണം. തീർച്ചയായിട്ടും ഈ വിഷയം കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.